എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു സാഹചര്യം, എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, പുറത്തുള്ള സുഹൃത്തുക്കൾ, വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരുമായിട്ടുള്ള സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞു, ചേട്ടനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാനും ചേട്ടൻ കയറുന്ന ആനകളുടെ വിശേഷങ്ങൾ അറിയാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളൊരു ആശയം ഉണ്ടായി. എൻ്റെ കയ്യിൽ ഐഫോണില്ല, അതുപോലെ തന്നെ SLR ക്യാമറ ഇല്ല, അങ്ങനെയുള്ള ഞാനൊരു യൂട്യൂബറല്ല. എനിക്ക് പിന്നെ ഒരുപാട് പരിമിതികളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എൻ്റെ ഒരു ഫോൺ കൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ ക്ലിയർ ഇല്ലായ്മയോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അവിടെ നിന്ന് വീഡിയോ എടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നു. അവർ പറഞ്ഞു അവിടെ നിൽക്കേണ്ട, കാട്ടാനകളുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ അതിരപ്പള്ളി വഴിക്കടെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഹൈവേ ഒക്കെ ഭയങ്കര ബ്ലോക്കല്ലേ, അപ്പോൾ ഈ വഴിക്ക് കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നും പണിയല്ലേ, നമ്മുടെ ആനയുടെ അടുത്ത് പണിയുണ്ട്, ടെൻഷനുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സൊക്കെ ഒന്ന് സമാധാനമായിട്ടിരിക്കാനും ഒക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയുടെ മാത്രമല്ല, പിന്നെ മറ്റുള്ള കുറേ എൻ്റെ ആനകളുടെ വീഡിയോ ചാനലുകളിൽ തന്നെ സുഹൃത്തുക്കളുടെ വീഡിയോകളിലൊക്കെ അടിയിലൊക്കെ ഒരുപാട് അമ്മമാർ, ചേച്ചിമാർ ഒക്കെ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, കമൻറ്റുകൾ ഇടുന്നുണ്ട്. ചേച്ചിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏജുള്ള ആൾക്കാരാണ്. അവർ ആനകളെ കുറിച്ചിട്ട് അങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ് കമൻ്റ് ഇടുന്നത്. അപ്പോൾ അവർ കമൻ്റ് ഇടുമ്പോൾ എനിക്ക് ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കി, അവർ ഈ ആനക്കാരാണെങ്കിലും അവരവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള അവരുടെ ബന്ധുക്കൾ, ആൾക്കാർ, അവരൊക്കെ ഈ കാണുന്നതല്ലേ ഈ ഒരു വീഡിയോ. ഈ ആനക്കാരൊക്കെ അധികവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് പോലും മര്യാദയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. കാണുമ്പോൾ ഈ എല്ലാവരും ഈ ഭീകരന്മാരൊക്കെ ആണെങ്കിലും ഉള്ളുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ പാവങ്ങളാണ്. അതാർക്കും അതൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ആനക്കാർ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ സ്നേഹിക്കാറുണ്ട്. പിന്നെ തിരിച്ച് അവരെങ്ങനെ പെരുമാറണേന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആനയെ തല്ലുന്ന കാര്യം, അപ്പം പണ്ട് ഞാനേ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം, അന്ന് ഞാൻ ആനക്കാരനൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ സാധാ ഒരു ചെറിയ കുട്ടി. ആ ഒരു പ്രായത്തിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് തൊടുപുഴയാണ്. അവിടെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന്, അന്ന് ഞാൻ ചെറിയ കുട്ടിയല്ലേ, കല്യാണത്തിന് ഇല മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുക. ആ പോണ സമയത്ത് അന്ന് അവിടുത്തെ ചേട്ടന്മാർ കുറച്ചുണ്ട്, ചിണ്ടായി ചേട്ടായി, അതുപോലെ തന്നെ മനുചേട്ടായി, അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് പിള്ളേരുകൾ അവിടെ ആൾക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ ഇല മുറിക്കാൻ പോണ സമയത്ത് ഒരു പിടിയാന അതിൽ നടന്നു പോകണം. അപ്പം ഞാൻ മെല്ലെ അതിൻ്റെ പുറകേക്ക് പോയി. ഇല മുറിക്കുള്ള കേസൊക്കെ അപ്പം മറന്നു പോയി. അത് പോയി അവിടെ ചെന്ന് ആന തടി വലിച്ചുകൊണ്ടിരിക്കുക. തടി വലിക്കാൻ വേണ്ടി പോണ സമയത്താണ് ഞാൻ പുറകെ പോയി. അപ്പോൾ അവിടെ ചെന്ന് തടി വലിക്കുന്ന സമയത്ത് അന്ന് നാസർക്കാന്നാണ് പേര്, തൊടുപുഴയിലാണ്. മറ്റേ ഒരു പിടിയാനയൊക്കെ ഉണ്ട്. ആന സ്വന്തം ആനയായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ കടയൊക്കെ ചലി ഗണേശൻ ആനയൊക്കെ അവരുടെ ആനയായിരുന്നു. അത് കഴിഞ്ഞൊക്കെ പിന്നെ വിറ്റ് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം ആനയുടെ മുകളിൽ ഇരുന്ന് ആനയ്ക്കിട്ടൊരു 4 അടി കൊടുത്തപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തിനാ ആന ഇങ്ങനെ തല്ലുന്നത്, പാവമല്ലേ ആന എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് വന്യജീവിയാണ്, ഇതിനെ നമുക്ക് ഒരിക്കലും ഇണക്കി, അതായത് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ വീഡിയോസുകളിലൊക്കെ കാണുന്നുണ്ട്, ആനയെ ഏലസ് പിടിച്ച് നടക്കുന്നു, ആനയ്ക്ക് ആഹാരം കൊടുക്കുന്നു, കയറി ചെല്ലുന്നു, നടക്കുന്നു, ആനയുടെ കൂടെ നടക്കുന്നു, ഒന്നും ഒരു പ്രശ്നമില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. എല്ലാ ആനയും നമുക്ക് അങ്ങനെ കൊണ്ട് നടക്കാം. നമുക്ക് വേറെ ഫങ്ഷൻസോ അല്ലെങ്കിൽ വേറെ ഇനിയിപ്പോൾ പൂരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗത്തിനെ പോലെ വളർത്തുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ തോട്ടിയും പടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ആനകളെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും സദസ്സിലേക്ക്, ജനങ്ങളുടെ ഇടകളിലേക്ക്, ഇത്രയും ഇതിൻ്റെ ഈ ഇറിറ്റേഷൻ്റെയൊക്കെ ഇടയിലേക്ക് ഈ ആനകളെ കയറ്റി കൊണ്ടുവരുമ്പോൾ അവർ ഈ തോട്ടിയും വടിയും ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മളനുസരിക്കുള്ളൂ. അപ്പം നമ്മൾ നന്ദപ്പൻ ഇപ്പം ഞാൻ ചങ്ങലില്ല, കാര്യങ്ങളില്ലാതെ ഒന്നും കൊണ്ട് നടക്കുന്നുണ്ട്.
അവന് വേറെ ഇങ്ങനെ വലിയ ഭേദിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അവനെ നമ്മൾ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റിയ ആനയത്. പക്ഷെ അവന് പഴയൊരു ഹിസ്റ്ററി ഉണ്ട്. അവൻ്റെ പഴയ കുറേ സ്വഭാവങ്ങളുണ്ട്, അതൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പം അതുപോലെ തന്നെ ഓരോ ആനകൾക്ക് ഓരോ സ്വഭാവങ്ങളുണ്ട്. നമുക്ക് ഇവരെ അങ്ങനെ ബിസ്ക്കറ്റും ലഡുവും ജിലേബിയൊന്നും കൊടുത്തൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് അന്ന് മനസ്സിലായില്ല. അന്ന് ഞാൻ ഈ ആനപ്പണി എന്താണെന്ന് എനിക്ക് അറിയില്ല അന്ന്. അല്ലെങ്കിൽ ഞാൻ ആനയെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ ഉപദ്രവിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അപ്പം ഞാനത് അന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ തൊഴിലിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആനകളെ സ്നേഹിച്ച് മാത്രം കൊണ്ടു നടക്കാൻ പറ്റില്ല. ആനകളെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഒരു 20 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വീഡിയോ ഇതിൽ വന്നിട്ട് ഒരാളെ വളരെ മോശമായിട്ട് രീതിയിൽ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന കുറേ ചേച്ചിമാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർക്ക് നിങ്ങൾക്ക് ശരിക്കും ഒരു ആനയെ നിങ്ങളതിനെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അതിൻ്റെ കൂടെ നടന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ആന വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പറയണതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഞാൻ ഈ ഒരു തൊഴിലിലേക്ക് വന്നതിന് ശേഷം പല സ്ഥലങ്ങളിൽ നിന്നും ജസ്റ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോകുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. ഞാനെന്ന് മാത്രമല്ല, എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുകളും അങ്ങനെ തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് ഈ പണി നമുക്ക് കൊണ്ടുപോകാനും താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുജനത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വകവിധ സപ്പോർട്ടുകളും ഇല്ല. പക്ഷേ കുറച്ച് ആൾക്കാരുകളുണ്ട്, അവർ ഓരോ സംഘടനകൾ ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. അവർ നമ്മുടെ ഈ പൂരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ ആചാരങ്ങളും അല്ലെങ്കിൽ ഞാനൊക്കെ ജനിക്കണേക്ക് മുന്നേ എൻ്റെ ഒക്കെ ഒരു 5-10 തലമുറയ്ക്ക് മുന്നേ തൊട്ടിട്ട് ഇവിടെ ആനകളുണ്ട്. പണ്ട് യുദ്ധത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കാണ് ആനകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പൂരങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരാനയെ നമ്മൾ കാട്ടിൽ പോയി പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മെരുക്കി നമ്മൾ പിന്നെ ആനയെ കൊണ്ട് നിർബന്ധിച്ച് പൂരത്തിന് കൊണ്ടുപോകുന്ന ആനകളൊന്നും അല്ല. നമ്മൾ പൂർവികരായിട്ട് ഉള്ള ആനകളാണ് ഇവിടെ ഉള്ളത്. അതായത് പ്രായമുള്ള ആനകളാണ് ഇവിടെ ഉള്ളത്. പുതിയ ആനകൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പുറത്തുനിന്ന് കൊണ്ടുവരാതിരിക്കാൻ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇനിയുള്ള കാലം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ഇനി വരുന്ന ഒരു തലമുറയുണ്ട്. അതായത് ഇനി വരുന്ന പിള്ളേർക്കൊക്കെ ഈ ആനകൾ നമ്മുടെ കേരളത്തിൽ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കാട്ടി കൊടുക്കേണ്ടി വരും ആനകളെ കാണണമെങ്കിൽ. ഉള്ള ആനകളെ സംരക്ഷിക്കണം. സോഷ്യൽ മീഡിയ നല്ലതിനും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ലതിന് മാത്രം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കണു ആൾക്കാർ. പിന്നെ ഈ ആനകളെ ശരീരം നന്നാവാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആന ഇപ്പം നമ്മൾ ഇപ്പം പേരും പ്രശസ്തിയുള്ള ആനകളെ കയറണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരുകളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി എന്ന ആഗ്രഹമുള്ള ആനക്കാരുണ്ടാവും. ഞാൻ ചെയ്യണത്, ഞാൻ അത്യാവശ്യം നല്ല ആനകളെയൊക്കെ കയറിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇനിയുള്ള കാലം ഇനി ഇങ്ങനെ ഇത്തിരി പ്രായമുള്ള ആനകളായാലും അല്ലെങ്കിൽ ഇത്തിരി വയ്യായിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആനയൊക്കെ നോക്കി നന്നാക്കി അല്ലെങ്കിൽ ഒരു പുതുജീവൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഞാൻ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഉടമസ്ഥൻ നമുക്ക് നല്ല രീതിയിൽ ഒരു ഉടമസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരാനയും നമുക്ക് സുന്ദരമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. നല്ലൊരു ഉടമസ്ഥൻ. ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ മുതലാളിയൊക്കെ നല്ല രീതിയിൽ ആനയെ നോക്കാൻ, കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. ഏത് രീതിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേർ, ആ പിള്ളേരുടെ സപ്പോർട്ട് നമുക്ക് നല്ലോണം വേണം. അതുമാതിരി തന്നെ പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈ ഏകദേശം ഇപ്പോൾ പിടിയാനയെ തൊട്ടിട്ട് ഇങ്ങോട്ട് ഞാൻ ഒരു അഭിപ്രായം തേടുന്നത്, അതായത് എനിക്ക് ആനയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അഭിപ്രായമായിട്ടും അല്ലെങ്കിൽ ഒരു മരുന്നായിട്ടും ചെയ്യുന്നത് നമ്മുടെ ശബരിനാഥ് ഡോക്ടർ, ട്രിവാൻഡ്രം ശബരിനാഥ്
നല്ല അദ്ദേഹത്തിൻ്റെ മരുന്നുകളെല്ലാം നല്ല ആനകൾക്ക് നല്ല പിടിക്കുന്ന മരുന്നുകളാണ്. നമ്മൾ ആ ഒരു രോഗം എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് പറ്റിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആനയുടെ ശരീരം നന്നാവാനൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഹ്യമായിട്ടും അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ നന്ദപ്പനും അദ്ദേഹത്തിൻ്റെ മരുന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല മരുന്നാണത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആനക്കാര സുഹൃത്തുക്കളോ അദ്ദേഹത്തിൻ്റെ പാദരോഗത്തിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മരുന്ന് നല്ല മരുന്നാണ്, നല്ല രീതിയിൽ. പക്ഷെ അത് കറക്റ്റായിട്ട് അത് ചെയ്യണം. ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും ചെയ്യണം. പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളിതൊരു ഉപകരണമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന പണിയല്ലേ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ പണ്ടത്തെ ആനപ്പണി, അതായത് ഞാൻ കയറിയിട്ടുള്ള ഓരോ ആനകളുടെയും ഒരുപാട് ഹിസ്റ്ററികൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനുണ്ടായ സമയത്ത്. അപ്പം അതൊക്കെ വഴിയെ ഒരു വീഡിയോസായിട്ട് നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാം. ഞാനിപ്പോൾ ഇന്നിങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു വീഡിയോ, ഞാൻ എല്ലാവരും വീഡിയോ കാണുന്ന ആളാണ്. ഞാൻ ഒരുമാതിരിപ്പെട്ട ആനക്കാരുടെ എല്ലാവരും വീഡിയോസുകളും ഞാൻ കാണാറുണ്ട്. ഞാൻ പോയി കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കുറേ കമൻറ്റുകൾ കാണുമ്പോൾ എന്തോ ഒരു വിഷമം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ഓടി ചെന്ന് ഒരു പഴം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്ത ആനകളെ നമ്മൾക്ക് കൊണ്ട് നടക്കാൻ പറ്റില്ല. അത് ഇപ്പം എങ്ങനെയും നിങ്ങൾക്കൊക്കെ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ ഈ 10-24 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരുപാട് സ്വഭാവങ്ങളുള്ള ആന, അതായത് മനുഷ്യനുള്ള വേറെ സ്വഭാവങ്ങളുള്ള പോലെ തന്നെ ഈ ആനകൾക്കും പല സ്വഭാവങ്ങളുണ്ട് ആനകൾക്ക്. അപ്പോൾ ആ സ്വഭാവങ്ങൾ അറിഞ്ഞ് വേണം നമ്മളവരെ കൈകാര്യം ചെയ്യാൻ. അതായത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട് അവർക്ക് ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇഷ്ടം. ഇപ്പോൾ ഒരു എക്സാമ്പിള്, കുളിക്കുന്നത് ഇഷ്ടമില്ല. കുളിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആനേനെ നമുക്ക് കുളിപ്പിക്കാതെ പൂരപ്പറപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ ആ കുളിപ്പിക്കുമ്പോൾ ഉള്ള ഇഷ്ടക്കേട് എന്താണോ അത് മാറ്റി കൊടുക്കുക. അതുമാതിരി തന്നെ നമ്മുടെ നന്ദപ്പന് കുറച്ച് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അതിന് ചെറിയ പാദരോഗം ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ഒരു നടക്ക് ചെറിയൊരു നീളക്കുറവും ഒരു നടക്ക് ചെറിയൊരു നീളക്കൂടലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും ഈ ആനയുടെ കാലിന് വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കാലിന് വേദനയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റുകൾ കാണുന്നുണ്ട്, ആനയുടെ നടക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ, പിന്നെ മുൻ പാപ്പാമാർ ഇടിച്ച് പഞ്ചറാക്കിയതാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരുന്നത്. അതൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. ഈ ആനയുടെ നട ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇത് ബാക്കിലേക്ക് ഓരോരുത്തരോട് പണ്ട് തൊട്ടിട്ടോ ഈ ആനയുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അന്നുള്ള ഇത് തന്നെ ഇന്നും ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഇടിച്ച് പഞ്ചറാക്കിയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല. പിന്നെ എല്ലാവരും ഒന്നിച്ച് നിൽക്കാം. നമുക്ക് ഇനിയുള്ള കാലമെങ്കിലും നമ്മുടെ ആനകളെ ഈ ഒരു ഗജസമ്പത്ത് എന്ന് പറഞ്ഞത് ഇനി നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ആനകളുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ആനപ്രേമികളായിട്ടുള്ള സുഹൃത്തുക്കൾ, നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുക. നിങ്ങളൊക്കെ ആലോചിക്കുക. നമ്മൾ കാരണം കൊണ്ട് ഒരു ആളെ വേദനിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ പരമാവധി ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ആ വേദനയിൽ സുഖം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള കൂട്ടുകാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന എന്നോടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, എല്ലാവർക്കും. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അമ്പാടി കണ്ണൻ പോയി കഴിഞ്ഞപ്പോൾ എന്തോരം കമൻറ്റും അല്ലെങ്കിൽ എന്തോരം ആൾക്കാർ എന്നെ പ്രാവിയെന്നറിയും. ഞാനൊന്ന് ചത്തുപോട്ടെ എന്ന് വരെ പ്രാവിയ ആൾക്കാരുണ്ട്. കാരണം ആനേനെ അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. ആനേനെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിടുക്കനായ ആനക്കുട്ടി, മിടുക്കനായ ആനക്കുട്ടിയായിരുന്നു. അങ്ങോട്ട് മാറിക്കുക വഴിയിൽ നിന്ന്. വഴി തടയിൽ സമരമാണ്. മാറിക്കടാ. അപ്പം മിടുക്കനായ ആനക്കുട്ടിയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം, നല്ല ഒരു ഭാവി കണ്ടിരുന്ന ഒരു ആനക്കുട്ടിയായിരുന്നു. ആ ആനക്കുട്ടി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നാണല്ലോ ഞാൻ നിൽക്കുമ്പോഴാണല്ലോ പോകുന്നത്. അപ്പം അത് ഞാനെന്തോ ചെയ്തിട്ട് പോയതാന്നുള്ള ഒരു രീതിക്കായിരുന്നു ഒരുപാട് ആൾക്കാർ അന്ന് പിന്നെ നമ്മളെ പറഞ്ഞു. അത് ശരിയാണ്, എനിക്ക് മനസ്സിലാവും അത്. കാരണം
പെട്ടെന്ന് അങ്ങനെ ഒരു ആനക്കുട്ടി പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ആനക്കാരൻ ഞാനാണ്. അപ്പോൾ പിന്നെ അത് ആ വാള് തിരിഞ്ഞ് എൻ്റെ നേരേക്ക് തന്നെ വരുള്ളൂ. പക്ഷെ അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ കുറച്ച് ആൾക്കാർ വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇവനൊന്ന് പണിച്ച് അങ്ങോട്ട് തളർത്തി കളഞ്ഞേക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും നടക്കൂല. കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. എനിക്കിപ്പോൾ ഒരാൾ വന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കൊരു യാതൊരു വിഷമമില്ല. പക്ഷേ മറ്റുള്ള ആനക്കാർ, അതായത് ഞാനൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആനക്കാരുടെയൊക്കെ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് ഇങ്ങനെ ഓരോ മോശമായ കമൻ്റ് ഇടുമ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കേസ് സംസാരിച്ചു. പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇനി ഒരു വീഡിയോ ആയിട്ട് ഇനി ഒരിക്കലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. ഇത് സോഷ്യൽ മീഡിയ ആണ്, ഓരോരുത്തർക്ക് തോന്നുന്ന അഭിപ്രായം വന്ന് രേഖപ്പെടുത്താം. പക്ഷേ ആ കമൻറ്റിൻ്റെ അടിയിൽ തിരിച്ചും അതേ സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ഏത് ഈ കമൻറ്റ് അതിന് റിപ്ലൈ കൊടുക്കേണ്ട അവകാശം എനിക്കുമുണ്ട്. അത് ഞാൻ എന്തായാലും അതും ചെയ്യും. പിന്നെ വഴിയെ ഞാൻ കയറിയിട്ടുള്ള ആനകളുടെയൊക്കെ എനിക്കറിയാവുന്ന ഒരു സ്വഭാവങ്ങളും പിന്നെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോ സ്റ്റെപ്പ് ഓരോ വീഡിയോ ആയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതിനൊക്കെ അഭിപ്രായം പറയുക, ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുറകെ ഇനിയും നല്ല നല്ല വീഡിയോസുകൾ ആയിട്ട് ഞാൻ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ അത്ര വലിയ ക്യാമറ ഒന്നുമില്ല, ഫോണ് ഒക്കെ പ്രശ്നമാണ്. അപ്പം എൻ്റെ പരിമിതി വെച്ചിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആരെയും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒന്നും പറയണമെന്നല്ല കേട്ടോ. പിന്നെ ഈ ഒരു ചാനലിൻ്റെ കാര്യം പറഞ്ഞത്, ഞാൻ ഒരു യൂട്യൂബറല്ല. എനിക്ക് അങ്ങനെ ഇത് ഏത് രീതിക്ക് ഇത് കൊണ്ട് നടക്കണമെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ കഴിവ് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്, ഒരു സ്ഥലം വരെ പോവുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് ആനയുടെ അടുത്തേക്ക് എത്തുള്ളൂ. നമ്മളൊക്കെ പണ്ടേ കൂപ്പിൽ പണിക്ക് പോകും ആനകൾ. അപ്പൻ്റെ കൂടെയൊക്കെ പണിക്ക് പോകുന്ന സമയത്ത് അന്നിങ്ങനെ വണ്ടിയും കാറുകളൊന്നും ഇല്ല, മറ്റേ ഇങ്ങനെ നമുക്ക് വേറെ സംവിധാനങ്ങളൊന്നുമില്ല, ബസ് കാര്യങ്ങളൊന്നും കാട്ടിക്കട പോവില്ല. അപ്പോൾ അപ്പൻ്റെ കൂടെ അന്ന് പോകുമ്പോൾ അന്ന് ആന നിൽക്കുന്നത് കൂപ്പിൽ. അന്ന് അപ്പൻ്റെ കയ്യിലിരിക്കുന്നത് മറ്റേ തകഴി മണികണ്ഠൻ ആനയാണ്, പുത്തുഴി മണികണ്ഠൻ, തകഴി മണികണ്ഠൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആനയാണ്. ഒരു ചെറിയ ആനയാണ്, നല്ല എന്തെന്ന് പറയുക, ശരിക്ക് കുഞ്ഞു കുമ്പളൊക്കെ ആയിട്ട് ഭയങ്കര പണിക്കാരനാണ്, ഭയങ്കര അഭ്യാസക്കാരനാണ്, മേട്ടക്കാരനാണ്. അപ്പോൾ ആളന്ന് കൂപ്പിൽ നിൽക്കുന്ന സമയത്ത് അപ്പച്ചൻ കൊണ്ടുപോയി അങ്ങനെ നടന്നിട്ട്. അതെനിക്ക് തോന്നുന്നില്ല, പാണിയേലി ഒക്കെ പാണങ്കുഴിയൊക്കെ ഇല്ലേ, അവിടെ നിന്ന് പുഴ കടന്ന് അപ്പുറത്തേക്ക് കടന്നിട്ട് പിന്നെ ആ കാട്ടിക്കട ഒരു 10-15-20 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ നടന്ന്. അപ്പം അങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ കാട്ടാനകളുടെ ഇത് കേൾക്കുക. അപ്പം അപ്പൻ ഇങ്ങനെ ഫ്രണ്ടിൽ അരി സാധനങ്ങൾ, നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളുണ്ട്, അരി, ഉണക്കമീൻ, ചെറുപയർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ട് കോതമംഗലത്ത് നിന്ന് വാങ്ങിയിട്ട് തലച്ചുമടായിട്ട് കൊണ്ടുപോവുക ചെയ്യുക, ഇങ്ങനെ തലയിൽ ഏറ്റിയിട്ട്. എന്നിട്ട് എനിക്കന്ന് 2 മുണ്ടുകൊണ്ട് ഇങ്ങനെ കെട്ടി, 2 സൈഡ് അപ്പുറം ഇപ്പുറം കെട്ടിയിട്ട് ബാഗ് പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ. ഞാൻ അന്ന് കുഞ്ഞല്ലേ, ചെറുതല്ലേ, ഞാൻ അന്ന് അത്ര 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്നത്, അത്ര 6-ലോ എനിക്ക് തോന്നുന്നു, അന്ന് 6-ഓ 7-ഓ ഓർമ്മയില്ല ശരിക്കും. ആ സമയത്ത് വെക്കേഷൻ സമയത്ത് കൊണ്ടുപോകുമല്ലോ. എന്നിട്ട് പോയി. അപ്പം ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിൽ കട, ഇതിപ്പോൾ നമ്മുടെ അതിരപ്പള്ളി റോഡാണ്. ഇവിടെ പിന്നെ എപ്പോഴും വണ്ടികൾ വരുന്നു, ഇപ്പൊക്കെ ഉണ്ട്. അന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വണ്ടികളില്ല. ഒരു തടി ലോറിയിലൊക്കെയാണ് നമ്മൾ വരിക, ആന വീട്ടിൽ പോണതൊക്കെ. കൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 മാസം 2 മാസമൊക്കെ കൂപ്പിൽ പണിയാണ്. നല്ല രസമാണ്. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിക്ക് മറ്റേ തുളയിടാൻ ഒരാൾ, നമ്പർ ഇടാൻ ആൾക്കാർ. അത് അന്ന് അധികം ഈ വാളും മെഷീനൊന്നും ഇറങ്ങിയിട്ടില്ല, കോടാലിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കൊത്താൻ കുറച്ച് ആൾക്കാർ, അങ്ങനെ വലിയ ആൾക്കാർ. നല്ല രസമാണ്. മുള കെട്ടിയിട്ടുള്ള ഒരു ഷെഡും പിന്നെ പാടി പോലെയൊക്കെ അടിച്ച് രാവിലെ ഒരു 6-6:30 ആകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആനപ്പുറത്ത് കയറി പണിക്കാരൻ, അതായത് പണിയിപ്പുകാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. 1-ാം പാപ്പാൻ പുറമെ പണിയിപ്പുകാരൻ, ഇടസട്ടക്കാരൻ തന്നെയാണ് പണിയിപ്പുകാരൻ എന്ന് പറയുന്നത്. ഈ പണിയിപ്പുകാരനെ ആനയുടെ മുകളിലേക്ക് കയറ്റി വിടും. പിന്നെ പണി കാര്യങ്ങളെല്ലാം ഇതിന്. പിന്നെ വക്കാട്ടാനായിട്ട് വേറെ ഒരാൾ, 1-2 ആൾക്കാർ വക്കാട്ടാനാവും. എന്നിട്ട് ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് ആനക്കാർക്കുള്ള ഭക്ഷണം കാര്യങ്ങളതെല്ലാം കൊണ്ട് നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഈ ഭക്ഷണം കൊടുക്കാനൊക്കെ പോകണം, കൊണ്ടുപോകും.
ഈ അപ്പനൊക്കെ കറക്റ്റായിട്ട് അറിയാം, നമുക്കറിയില്ല. അപ്പം അന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പൻ കാടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണം, ഇങ്ങനെ ഒരു ഇലകളൊക്കെ കൊല്ലുന്ന ഒരു സൗണ്ട് കേൾക്കണം. അപ്പം അപ്പൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. നല്ല ഇങ്ങനെ നിന്നു. അത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മ്ലാവ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ചാടി അപ്പുറത്തേക്ക് ചാടി പോവുക. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കിളി പോവും. പക്ഷെ അപ്പനൊന്നും അങ്ങനത്തെ ഒരു പേടിയില്ലായിരുന്നു. ഏത് കാട്ടിക്കടയിലും ഏത് ഇതിലായാലും അന്നത്തെ ആനപ്പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരുന്നു ശരിക്കും നല്ല ഉശിരുള്ള ആൾക്കാർ. അതായത് എൻ്റെ അപ്പൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ ഭയങ്കര ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെല്ലാനുള്ളൊരു ആനക്കാർ. ഇപ്പോഴത്തെ ഒക്കെ കുറേയൊക്കെ അല്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. ഈ ഞാനടക്കമുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളൊക്കെ ഇനിയും കുറച്ചും കൂടി പഴയ കാലങ്ങളിലേക്ക് പോകണം. നമ്മുടെ ഇനിയുള്ള ആനകളൊക്കെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങൾ അന്ന് പിന്നെ ഈ മയക്കുവെടി കാര്യങ്ങൾ ഇതൊക്കെ വളരെ കുറവാണെന്നാണ് എൻ്റെ അറിവ്. കേട്ടിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഉള്ള ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. ഇവർ 2-3 ആന പണിയണ കാട്ടിലേക്ക് ആണെങ്കിൽ ഒരു ആന എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അത് കൂടും. എല്ലാ ആനക്കാരും അമ്മ കൂടിയിട്ട് ആനേനെ പിടിച്ചു കിട്ടും. അത് അസാമാന്യ ധൈര്യം എന്ന് പറയാം. എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളും ഞാൻ പണി പഠിച്ച് വന്ന സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പണി വെരി സിമ്പിൾ. യാതൊരു വകവിധ കഷ്ടപ്പാടും ഇല്ല. എന്തിനാ ഇതിനടുത്ത് കഷ്ടപ്പാടുള്ളത്? ഇപ്പോൾ നമ്മുടെ ആനയ്ക്ക് പിഴ വാഴപ്പിണ്ടി വെട്ടണം, അത് കാരണം കൊണ്ട്. അല്ലെങ്കിൽ നല്ല ആനയ്ക്ക് എന്താ പണിയുള്ളത്? ഒരു പനയുടെ പട്ട വെട്ടണം. അതിപ്പോൾ അധികം വണ്ടിക്ക് തീറ്റ ഇറക്കി കൊടുക്കും. പിന്നെ പുല്ലാണെങ്കിൽ പുല്ല് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരിപ്പിലെത്തും. ഞാനൊക്കെ പണി പഠിച്ച കാലത്ത് ഓരോ സ്ഥലത്തും പറമ്പിലും പാടത്തും അവിടെ ഇവിടെയൊക്കെ പട്ടയും പനി അതൊക്കെ വെട്ടിയിട്ടത് വലിച്ച് വെട്ടിയിട്ട് 2ആക്കി വട്ടം മുറിച്ച് അത് മടക്കി ഇങ്ങനെ ഒതുക്കി കയറമ്മ വെച്ച് കെട്ടി ആനയെ കൊണ്ടുവന്ന് താങ്ങിച്ച് കൊണ്ടുപോകും. നല്ല തിന്നണ ആനയ്ക്കാണെങ്കിൽ 2 പനയുടെ പട്ടയൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടവെട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറുണ്ടിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ആനേനെ കഴുകാന്ന് പറയും. ആനേനെ കഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടി കൊണ്ടുപോയിട്ട് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ തോട്ടിൽ അല്ലെങ്കിൽ പുഴയിൽ കൊണ്ടുപോയി അന്ന് ഒരു ആനയെ കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പാലക്കാട് വരെ നടക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 സ്ഥലത്തെങ്കിലും ആനേനെ കഴുകാൻ വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് ഇരുത്തി ഏതെങ്കിലും ഒരു തോടിൻ്റെ സൈഡിൽ നിർത്തി ആനയെ കഴുകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ആന നിർത്താൻ പറമ്പുണ്ടായിരുന്നു. ഇപ്പം ഞാനൊക്കെ പാലക്കാടൊക്കെ നടക്കുമ്പോൾ കുതിരാൻ്റെ അവിടെയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ആനകളെ നിർത്തി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഹൈവേ വരണേക്ക് മുന്നേ തന്നെ നമ്മളൊക്കെ നടന്ന് തന്നെ പോയിക്കൊണ്ടിരുന്നത്. നേരെ ഭൂരിഭാഗവും ആനകളെയും കൊണ്ട് നടന്ന് അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോയി ഒരു 15-20 കിലോമീറ്റർ നടന്ന് ചെന്ന്. അന്നൊന്നും ആനകൾക്ക് ഇത്ര അസുഖങ്ങളില്ല. പാദരോഗം എന്ന് പറയുന്ന സാധനമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ആനയ്ക്ക് വന്നു അത്രേ ഉള്ളൂ. ഇപ്പം ഫുള്ള് നമ്മൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോകണം, അല്ലാതെ നമുക്ക് വേറെ സാഹചര്യം ഇല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു 3-4 പരിപാടി നമുക്ക് ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനകളുടെ ക്ഷാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയുള്ള പരിപാടികൾക്ക് കേരളത്തിലേക്ക് ആനകളില്ലാത്തതുകൊണ്ട് നല്ല ഇതുണ്ട്, ക്ഷാമം. അപ്പോൾ വേറെ കൊണ്ടുപോകാണ്ട് വേറെ നിവൃത്തിയില്ല. പിന്നെ കുറേ ഈ ആനപ്രേമികൾ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആനകളെ ലോറിയിൽ കയറ്റി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളല്ലാണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ആനയെ സംരക്ഷിച്ച് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു ആനയെ സംരക്ഷിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ചിലവുണ്ട്. ഒരു ദിവസം കണക്കാക്കിയാൽ ഞങ്ങളുടെ ശമ്പളം, ഞങ്ങൾ 3-4 ആൾക്കാരുടെ ശമ്പളം, പിന്നെ ആനയ്ക്കുള്ള തീറ്റ, പിന്നെ അതിന് പുറമെ ആനയ്ക്കുള്ള രക്ഷകൾ, സാധനങ്ങൾ, മരുന്നുകൾ, സാധനങ്ങൾ, ലേഹ്യങ്ങൾ, പിന്നെ ചോറ്, ചെറുപയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ചിലവാണ്. പണ്ടൊക്കെ ഒരു കിലോ ചെറുപയർ മേടിക്കണമെങ്കിൽ അങ്ങോട്ട് 10 രൂപ 8 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് ഇന്ന് 1 കിലോ ചെറുപയർ മേടിക്കണമെങ്കിൽ 120 രൂപയാണ്. 2 കിലോ ചെറുപയറിന് തന്നെ അത്രയും കാശായി. പിന്നെ അവല്, പിന്നെ ഈത്തപ്പഴം, പിന്നെ അരി, പിന്നെ അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി സാധനങ്ങൾ വേറെ, പിന്നെ ഈ സപ്ലിമെൻറ്റുകൾ, കാൽസ്യം, വൈറ്റമിൻ സാധനങ്ങൾ, ഇതൊക്കെ അങ്ങനെ ആനകളെ സംരക്ഷിക്കുന്ന ആൾക്കാരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ചിലവുണ്ട്. പിന്നെ നമുക്ക് ആകെ 12 മാസത്തിൽ നമുക്ക് ആകെ 5 മാസമാണ് നമുക്ക് പൂരമുള്ളത്. 5 മാസം അത്യാവശ്യം നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല.
പക്ഷെ 8 മാസം നമുക്ക് പിന്നെ വേറെ പരിപാടിയില്ല. അപ്പം ഇതിൻ്റെ ചിലവ് കാര്യങ്ങൾ ഇതെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ആനകളെയൊക്കെ കൊണ്ടുപോയാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുമാനമാണ് അവർക്കൊക്കെ മുതലാളിമാർക്കൊക്കെ കിട്ടുന്നതെന്ന്. അതിനോട് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒരു ഭൂരിഭാഗം മുതലാളിമാർക്കും ഇതൊക്കെ നടത്തി കൊണ്ടുപോകണോ എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അത്ര വലിയ ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വലിയ ആനകൾ ശരിയാണ്, മറ്റേ ഇവിടെ ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന വലിയ ആനകളൊക്കെ അവർക്കൊന്നും ഒരു വിഷയവും വരില്ല. കാരണം അവർ പറയുന്ന പൈസയ്ക്കാണ് പരിപാടി എടുക്കുന്നത്. അതല്ലാതെ ഈ ചെറുകട ആനകളുണ്ട്, നമ്മുടെ പോലത്തെ ആനകളൊക്കെ ഉള്ള ചെറുകട മുതലാളിമാർ, ഇവർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അപ്പോൾ കുറേ തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ ആനയ്ക്ക് നമ്മുടെ ഈ ആചാരങ്ങൾ നിർത്തണം എന്നുള്ള സംഘടനകൾ കുറേ ആൾക്കാരുകളിൽ വിഷം കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ അവരുടേതായ ഒരു ലാഭമുണ്ട് ഈ ഒരു ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കണേ. അല്ലാണ്ട് ഒരു മൃഗസ്നേഹം വെച്ചിട്ടാണ് ഇവരൊക്കെ വരണേന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് കേട്ടോ പറയണേ. പിന്നെ നമ്മളൊരു ആനയെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആന നടക്കുന്നത് ശരിയായില്ലെങ്കിൽ അപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക് വിളിച്ച് പറയുക, ആനേനെ എതിരെ പരാതി കൊടുക്കുക. എന്നിട്ട് അവർ പരാതി വന്നും ആനക്കാരൻ്റെ എതിരെ വന്നിട്ട് പരാതി അവരെടുത്ത് പോവും. അവർ വന്ന് അന്വേഷിക്കും. ഒരാൾ വെറുതെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ആ പരാതി കൊടുക്കുമ്പോൾ അതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് അവർ വന്ന് അന്വേഷിക്കും. അവർ വന്ന് അന്വേഷിച്ചിട്ട് അതിനകത്ത് അത് സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പേരിൽ കേസാവും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു വിടും. പിന്നെ എനിക്ക് എന്നെ കാര്യത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എൻ്റെ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഒരു പൊട്ടോ മുറിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ അതൊന്നുമില്ല. അപ്പം ഏത് സംഘടന വന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യണത്. എൻ്റെ ആനേനെ ഞാൻ ആവശ്യമില്ലാണ്ട് ഉപദ്രവിക്കാറില്ല. എൻ്റെ ആനേനെ ഞാൻ പട്ടിണി ഇടാറില്ല. ഞാൻ വയറ് നിർത്തി തീറ്റാൻ വെള്ളം കൊടുത്ത് അവരെ ഒരിക്കലും അത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യണതല്ല. ഇത് ഗണപതി ഭഗവാനാണ്. ഗണപതി ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിലാണ് നമ്മൾക്കൊക്കെ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അത് ആ ഒരു ഭഗവാനാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളൊക്കെ പണിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പണിയിൽ കുറേ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തിയെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഭഗവാൻ നമ്മളെ കൈവിടില്ല. നമ്മൾ ചെയ്യുന്ന പണിയിൽ സത്യസന്ധതയുണ്ട്. പിന്നെ എനിക്ക് ശരിയാണെന്ന് തോന്നണ കാര്യം ആരോടെങ്കിലും ഞാനത് പറയും. അത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ മുഖത്തേക്ക് പറയണതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതൊന്നും എന്നെ ബാധിക്കണ കേസല്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇഷ്ടമുള്ള ആൾക്കാർ കണ്ടാൽ മതി. ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ആരെയും ഞാൻ നിർബന്ധിക്കില്ല. അയ്യോ എൻ്റെ ചാനലിൽ വന്ന് കാണണോട്ടോ അല്ലെങ്കിൽ ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണോട്ടോ എന്നൊന്നും പറയണില്ല. നിങ്ങൾക്ക് ഞാൻ പറയണ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളത് അപ്സെറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളത് ഡിലേറ്റ് ആക്കിക്കോ. അത് വിഷയമല്ല. അപ്പം ഞാൻ ഈ സ്ഥലത്തൊക്കെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ശാന്തമായി, മനസ്സിനൊക്കെ ഒരു സമാധാനം, സന്തോഷവും. ഞാൻ സത്യം പറഞ്ഞ 2 മാസമായിട്ട് ഞാൻ ലീവേ എടുത്തിട്ടില്ല. ആനയുടെ പിന്നാലെ തന്നെ ഇറങ്ങും. ആന ഒന്ന് റെഡിയായി കിട്ടണ വരെ, അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി കിട്ടണ വരെ ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ ഇറങ്ങും. ഇന്ന് എനിക്ക് ഒന്ന് കറങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നിയ ഒരു മൂഡായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്നും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ നമുക്ക് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എന്നാൽ എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. എനിക്ക് ആരോട് ശത്രുതയെ പണക്കൊന്നുമില്ല. പിന്നെ എന്നെ ദ്രോഹിക്കാൻ വരുന്നവരോട് മാത്രമാണ് ഞാൻ മൊത്തത്തിലൊരു എല്ലാവരും പറയണുണ്ട് ഞാനെന്തോ ഭയങ്കര ഭീകരനാണെന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ നിങ്ങളെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഞാൻ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. ഒരു ആനപ്പണി ദൈവികമായിട്ട് കിട്ടുന്നൊരു പണിയാണ്. കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് കിട്ടുന്നൊരു പണിയാണ് ഗണപതി ഭഗവാനെ കൊണ്ട് നടക്കാനും അതിനെ പരിപാലിക്കാനുള്ള ഒരു അവസരം. അത് എല്ലാവർക്കും കിട്ടണ ഒരു കാര്യമല്ല. അപ്പം അത് ചെയ്യുന്ന പണി അന്തസ്സായിട്ടും വൃത്തിയായിട്ടും തന്നെ ചെയ്യുള്ളൂ. അത് ഈ കാര്യം നല്ല ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ കട്ടയ്ക്ക് നിൽക്കണ ഒരു മുതലാളി ഉണ്ട് എനിക്ക്. ഞാൻ അംഗീകരിച്ചിട്ടുള്ള ഒരു മുതലാളി, എൻ്റെ ഹരിച്ചേട്ടൻ. അദ്ദേഹം ഈ ആനകളെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ആളാണ്. ആനകളെ എങ്ങനെ ഏത് രീതിക്ക് ഒരു ആനേനെ ഡീൽ ചെയ്യണമെന്ന് ഹരിച്ചേട്ടന് നന്നായിട്ട് അറിയാം. നല്ലൊരു ഉടമസ്ഥനാണ്. നമുക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് വിട്ടു തന്നേക്കാണ്. ബിനിച്ചേട്ടാ ഇത് ഞാൻ ഏൽപ്പിച്ചേക്കാണ്. നിങ്ങളുടെ ആനയായിട്ട് നിങ്ങളതിനെ പരിപാലിച്ച് കൊണ്ട് നടന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം നമ്മളോട് എടുത്ത ഒരു മുഖം കറുപ്പിച്ച ഒരു വർത്താനം പറയേണ്ട ഒരു കാര്യം ഞങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങോട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ
ഇത് പെട്ടെന്ന് അവസാനിച്ച് പോണ ഒരു കൂട്ടുകെട്ടല്ല. ഞാൻ ഈ ആനയമ്മ തന്നെ തുടർന്ന് കാണും. ഒന്നും സംഭവിച്ചില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കണം. എന്താവണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ആനയുടെ കൂടെ കുറേ കാലം പണിയെടുക്കണം, കുറേ കാലം ഇങ്ങനെ അജ്ജാൻ്റെ കൂടെ അവിടെ നിൽക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. എന്തായാലും പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റ.